അങ്ങനെ ആ 1,001 ഉറുപ്പ്യ കൊണ്ട് ആ 9 ഏക്കർ ഭൂമി കുറേശ്ശെ ഞാൻ വാങ്ങി ഞാൻ വിറ്റു. ആ വകയില് ഒരു 5-6 ലക്ഷം ഉറുപ്പ്യ എനിക്ക് കിട്ടി. ഞാൻ ആരാ മോൻ? അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുത്തിരിക്കേ അന്നെ ഒരു നോക്ക് കണ്ടാ മതി എന്നും പറഞ്ഞ ലഹളയാ മൂപ്പര്. അതുകൊണ്ടാ ഇവന് ഫോൺ ചെയ്ത് അന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. സലാംബായനെ കണ്ട് കാലം കുറെ ആയില്ലോ. ഓരോരോ ബന്ധപ്പാടിൽ ഓടിപ്പാഞ്ഞ് നടുക്കല്ലേ മോനെ. എന്നാലും നേരാകുമ്പോ പഠിച്ചോ നമ്മളൊക്കെ അങ്ങോട്ട് കൂട്ടിമുട്ടിക്കും. അല്ലേ ഭായി? ഇതെന്ത് പറ്റിയിടോ എന്റെ നെറ്റിക്ക്? തൊള്ളേലെ നാവ് ശരിയല്ലെങ്കിൽ നെറ്റിക്കല്ല തടിയുമ്മല് മുഴുവൻ ഉണ്ടാവും മുറിവ്. കോയമ്പത്തൂരിന്ന് വരുമ്പോ ബസ് തട്ടിന്ന് പറഞ്ഞു. ബസ് തട്ടാൻ ഇവൻ എന്താ ടാങ്കർ ലോറി? 1001 ടാങ്കർ ലോറി. കടയിൽ ആരുമില്ല, ഞങ്ങളുടെ ചെല്ല്. അല്ല ഇപ്പൊ മക്കളും 1001 വിളിച്ച് തുടങ്ങിയില്ലേ? ഇത് കഴിക്ക്. അപ്പൊ അന്നെ വിളിപ്പിച്ചത് ഇവിടത്തെ കുട്ടിക്ക് നല്ല ഒന്നാം തരം ഒരു ആലോചന. ചാവക്കാട് നിന്ന് എന്റെ വകയിൽ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ. അതുകൊണ്ട് അധികം ആലോചിക്കാനും ചിന്തിക്കാനും കുത്തിക്കളയ്ക്കാനും ഒന്നും ഇല്ലല്ലോ. ഇലക്ട്രിസിറ്റി ഓഫീസിൽ ക്ലർക്ക്. കറണ്ട് ബില്ലെങ്കിലും മര്യാദക്ക് അടയ്ക്കുമല്ലോ. കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇനി ഒന്നും പറയാനില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കബൂലായി. ഇനി ഒരു ചടങ്ങിന് ഓർക്ക് പെണ്ണിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ഓളെ കണ്ട ആർക്കാ ഇഷ്ടാണ്ടിരിക്കുക. അവിടെ ഇത്രയും സന്തോഷമുള്ള കാര്യം തീരുമാനം എടുക്കണായിരുന്നു. നിങ്ങൾ ഈ അടുക്കള എന്തെടുക്കാന്ന്? ഇപ്പൊ എന്തായി? ഞാൻ പറയല്ലേ ഒക്കെ കാണാനും കേൾക്കാനും പഠിച്ചോണ്ടെന്ന്. നിങ്ങൾ എന്താ ഒന്നും ഉണ്ടാത്തത്? എന്തേമ്മ? ആര് പെണ്ണ് കാണാൻ വരുന്നു ഇനി വിചാരിച്ചിരിക്കണേ? സെലീനക്കല്ല കല്യാണം, നെജ്മക്ക. വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? പടച്ചമ്പരം പൊറുക്കൂലമ്മ. എന്റെ കുട്ടിന്റെ ചങ്ങാഴ്ചമാരൊക്കെ പുതുക്ക സാരി കൊടുത്ത് കളിച്ചിരിച്ച് പണ്ടം കിട്ടി പുതുക്ക പെണ്ണായിട്ട് പോകുമ്പോ എവിടെ ഒളിപ്പിച്ചു വെച്ച കണ്ണീരും വെച്ച് ചിരിച്ചു കാണിച്ചോളാ ഓള്. ഞമ്മള് കരഞ്ഞിട്ടില്ല, ആരും കാണണ്ടേ? ഇതങ്ങനല്ല. ഇപ്പൊ ഒരേന്ന് ഓളെക്കാളും 5-6 വയസ്സിനിടെ ഒരുത്തി, അത് സ്വന്തം എത്താ തന്നെ മോള്. പൊറുക്കൂല. വേറെ ആരൊക്കെ പൊറുത്താലും മറന്നാലും പള്ളിക്കാട്ടിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ഓളുടെ ഒപ്പം എന്റെ ഉപ്പ സഹിക്കൂല. നിങ്ങൾ ആരും പറഞ്ഞില്ല, ഞാൻ പറയും. എനിക്ക് പറയണം. കുഞ്ഞാക്ക ഒന്നും പറയരുത്. നാളെ ഊരെവിടെ വരികയും വേണം. നജ്മേനെ ഇഷ്ടായി കല്യാണം നടക്കുകയും വേണം. എന്റെ ഒരു പേരും പറഞ്ഞ് കുഞ്ഞാക്കാന്റെ ജീവിതം തന്നെ ഇങ്ങനെ. നീ നജ്മാന്റെ നല്ലൊരു ജീവിതം കൂടി. നോക്കിയേ, ഞാനൊരു അന്തവും കുന്തവും ഇല്ലാത്ത മനുഷ്യനാ. വാക്കും വടിയും എന്തിനുള്ളതാ, എവിടെയാ വെക്കേണ്ടതെന്ന് എനിക്ക് ചിലപ്പോ തിരിയാതെ പോകും. ഇക്കാര്യത്തിൽ ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ. നജീബിന്റെ വിസ വരാൻ പോണു. ഓൻ പോണേലും മുമ്പ് നജ്മാന്റെ കല്യാണം വേണ്ടെങ്കി വേണ്ട. നമ്മള് സ്വത്ത് വാങ്ങാൻ 1001 ടോക്കൺ അഡ്വാൻസ് കൊടുത്തുന്ന് വെച്ച് എല്ലാ കച്ചവടവും നടക്കണമെന്നില്ലല്ലോ. നജ്മാക്ക് വയസ്സ് 18 കഴിയാൻ പോണു. കെട്ടിച്ചയക്കാതെ പറ്റൂലല്ലോ. 7-8 കൊല്ലായില്ലേ സെലീനനെ കെട്ടിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കൂട്ടിക്കയിച്ച അതിനൊരു ഉത്തരം അനക്കം കിട്ടും. വെന്ത ചോറും പ്രായം തികഞ്ഞ പെൺകുട്ടികളും ഒരുപോലെയാ. ചോറ് പഴയതായ പഴഞ്ചോറെന്ന് പറയും. പിന്നെയും പഴകിയാലോ? സെലീനാന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ അത് അങ്ങനെയായി. മജീദ്ക്ക, ഉപ്പാന്റെ സ്ഥാനത്തെ എന്നും നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്റെ മാത്രം ഉപ്പായിട്ടല്ല, സെലീനാന്റെ കൂടെ ഉപ്പാവണം ഞങ്ങള്. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. എന്ന് പറയരുത്. ഇതിൽ കേറിക്കോ. നിങ്ങളിപ്പോ എല്ലാം കൂടി കാക്കോത്തി പറിക്കുമ്പോ എന്താ? ഞങ്ങളിപ്പോ ഇതിലാ കേറണ്ട ചേട്ടാ. റോഡ് കിങ് കയറിക്കോ. ഇതേ റോഡ് ആദ്യം പോണത് അതാണോ? ഇത് തന്നെ. മൈത്രി പോയി 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് റോഡ് കിങ് പോകും. വണ്ടിക്കാരൻ വരുന്ന ആൾക്കാരെ മൈത്രി കയറ്റി ഒലത്തുന്നോ?
അവനവന് മാത്രം പോകുന്നവർക്ക് നേരെ പോക്കണം കൈ. എവിടെ പോക്കണം എവിടെ ഇറക്കണം നിന്നെ പഠിപ്പിക്കുക ഇയ്യാരാ മനോജ വണ്ടി ഇറങ്ങാ. വിളിച്ചു പറയണ സ്റ്റാൻഡിൽ നിന്ന് ആദ്യം പോകുന്ന റോഡ് കിങ് ആണെന്ന്. ഇനി ആർക്കും സംശയം വേണ്ട, സ്റ്റാൻഡിൽ നിന്ന് ആദ്യം പുറപ്പെടുന്ന റോഡ് കിങ് ആണ്. കരിക്കോ മോനെ കരിക്കോ. വണ്ടി എടുക്കടാ. വണ്ടി എടുക്കടാ, മുന്നോട്ടെടുക്ക്. ഞാൻ കാണോ എന്റെ നെഞ്ചുമലയുടെ ഓടിച്ചു പോടാ എന്റെ റോഡ് കിങ്. വണ്ടി എടുക്കണം. എന്തേ കാലമരനിലെ ആക്സിലേറ്റർ മല് വാടാ, വണ്ടി എടുക്കണം. സുൽത്താൻ കുഞ്ഞാക്ക അല്ലേ? അല്ല, സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക. മിടുക്കനാണല്ലേ? ഏയ് ബസ് കണ്ടക്ടറാ. മാറി നിൽക്കണം അങ്ങോട്ട്. ബുദ്ധിമുട്ടാ. 10-21 വയസ്സ് മുതൽ ഈ ബസ്സിലും സ്റ്റാൻഡിലും റോട്ടുമലും ഒക്കെ ജീവിച്ചോനാ ഞാൻ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മാറാൻ പറഞ്ഞാ മാറാൻ ലേശം ബുദ്ധിമുട്ടാ സാറേ. വെറും ഒരാളല്ല, സ്ഥലം എസ്.ഐ, നിയമപാലകൻ എന്ന് മലയാളത്തിൽ ചുരുക്കി പറയും. ആ സാധനത്തിനൊക്കെ അർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കാൻ എനിക്കറിയാം. മുമ്പ് പലർക്കും കൊടുത്തിട്ടുണ്ട്. ചെലക്കുന്നു, ഇങ്ങോട്ട് മാറി. വേണ്ട, മേത്തോട്ടുള്ള കളി വേണ്ട ചക്കരെ. ഞാൻ ചെലക്കാൻ തുടങ്ങണുള്ളൂ. എല്ലാരും അറിയാൻ വേണ്ടി പറയാണ്. സർവ്വ നിയമവും ലംഘിച്ച് ബസ്സിലും ബസ് സ്റ്റാൻഡിലും റോട്ടുമ്പലും ഗുണ്ടായസം കാണിച്ച് നടക്കണ ഈ റോഡിംഗ് ബസിന്റെ മോലാളിയാണ് ഈ നിൽക്കുന്ന സാജൻ ജോർജ് സാർ. ട്രാഫിക്കിലെ പുകയിലും പൊടിയിലും പൊരുവയിലത്തും പണിയെടുക്കണ എത്രയോ ട്രാഫിക് പോലീസുകാരെയും സബ് ഇൻസ്പെക്ടർമാരെയും കണ്ടിട്ടുള്ളല്ലേ നമ്മള്. നാട്ടുകാരെ നെഞ്ചത്തുമ്പോ കൂടെ ഓടിക്കാൻ ബസ് പോയിട്ട് ചവിട്ടി അടക്കാൻ ഒരു സൈക്കിള് പോലും ഇല്ലാതെ പെൻഷൻ പറ്റി പിരിയുന്ന ആ സാധുക്കടെ ഇടയെന്ന് ഇമ്മാതിരി ഒരു ബസ് മുതലാളി ഉണ്ടാവണമെങ്കിൽ കൈക്കൂലി, അഴിമതി, പിടിച്ചോറി, സ്വാധീനം, ഗുണ്ടായിസം ഇതൊക്കെ കൊണ്ട് എന്നേ പറ്റുള്ളൂ. വീടും പറമ്പും വിറ്റും കൊള്ളപ്പലിശക്ക് കടമേങ്ങിയും ബസ് സർവീസ് നടത്തി തുലഞ്ഞ ബസ് മുതലാളിമാരെയും ജീവിതം നടു റോട്ടിൽ ഹോമിക്കുന്ന പാവപ്പെട്ട വണ്ടിക്കാരുടെ മേത്ത് കുതിരകയറാൻ വന്നാലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടറെ, നിങ്ങള് വണ്ടിപ്പണിക്കാരെ തനി സ്വഭാവം അറിയും, ബസ് സ്റ്റാൻഡിലെ ശരിക്കുള്ള നിയമം അറിയും. തടിയെടുത്താ നിങ്ങളെ തടിക്കല്ലത്. ബാഗ് എടുത്തോളി. ചക്കരെ പോ. ഇറങ്ങി 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 ഇറങ്ങി. ആ പിന്നോട്ടേക്ക് 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 പിന്നോട്ടേക്ക്. കേറ് 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 കേറ്. അല്ല കേറങ്ങട്. വാസുട്ടെ കേറിയാ? ആ പോട്ടെ. കേറി ചേച്ചി. അപ്പൊ പറയ്. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. ശിവപുരം. ആ ശിവപുരത്തേക്ക് ഇത്തിരി മൂർച്ചയുള്ള ഒരാക്കിരിക്കാൻ ഒരു സീറ്റ് ഒഴിഞ്ഞടിക്കാരെങ്കിലും. വേണ്ട, ഞാൻ നിന്നോളാം. ഓ എളിമ എളിമ എളിമ. ഇളയമല്ല, നൂർജഹാൻ. എന്തിനാ 100 101 102 നാരായണ, ആ ആംബുലൻസ് ഒന്ന് ഒതുക്കിക്കോളി. വേണ്ട, എന്റെ വണ്ടിയോടുണ്ട്, യാത്രക്കാരോടും വേണ്ട. ഞാൻ ഉണ്ടല്ലോ ഇവിടെ. ഞമ്മക്ക് തമ്മാമൽ തീർക്കാം. എന്നാ ഇവിടെ തന്നെ തീർക്കണം നായിന്റെ മോനെ.
പിടിച്ചു കേട്ടാ ഞാൻ ലഗേജാ കയറിക്കോളാം. വാസുട്ടേ, യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കരുത്. വണ്ടി വിട്ടോളി. ചെറ്റ ബസ് സ്റ്റാൻഡിന് നിയമമുണ്ടല്ലടാ, ഇത് പോലീസ് സ്റ്റേഷന്റെ നിയമം. ഞാൻ 4 അല്ല 40 ബസ് വാങ്ങും. നിന്റെ വണ്ടിയുടെ റൂട്ട് വരെ വാങ്ങും. ഓട്ടിക്കും. കാണണം നിനക്ക്. SI കണ്ടക്ടർ ആണെങ്കിൽ ഞാൻ കൊള്ളു, അല്ലെങ്കിൽ ഞാൻ തല്ലും ചക്കരെ. നീ തല്ലല്ലേ? റോഡ് കിങ്ങിന്റെ മുതലാളി സാജൻ ജോർജ്. മൈത്രി ബസിന്റെ മുതലാളി സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക. വേണ്ട, സബ് ഇൻസ്പെക്ടർ സാജൻ ജോർജ്. പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെയും ഓണർമാരുടെയും സംഘടനകൾ തീരുമാനിച്ച ഒരു സ്ട്രൈക്ക് ഒഴിവാക്കുക. അതിന് കാരണമായ പ്രോബ്ലംസിന് പരിഹാരം ഉണ്ടാക്കുക. അതിനുവേണ്ടിയാണ് ഈ അടിയന്തര യോഗം. സമരം ഒഴിവാക്കിയോണ്ട് മാത്രം കാര്യമില്ല കളക്ടർ സാർ. സക്കീർ ഹുസൈൻ അതിക്രൂരമായിട്ടാണ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചത്. ഇദ്ദേഹം ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. നാൽക്കാലികളെ കണ്ണീ ചോരയില്ലാതെ തല്ലാറുണ്ട് ചില മനുഷ്യന്മാര്. അതിലേറെയാണ് ഞങ്ങളുടെ കുഞ്ഞാക്കനെ ലോക്കപ്പിലിട്ട് അയാൾ കൈകാര്യം ചെയ്തത്. അതിനുള്ള പണി അയാൾക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ സമരം തന്നെ. ഇനി അപ്പേരിൽ 10 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നാൽ ഞങ്ങൾ കിടന്നോളാം. ഞങ്ങൾക്ക് ഇതൊന്നും ബുദ്ധിയില്ല സാറേ. ലോക്കപ്പിൽ നിൽക്കി തല്ലിയിട്ടി, അത് ശരി തന്നെ. ലോക്കപ്പിലിട്ട് മനുഷ്യന്മാരെ ഉരുട്ടിക്കൊല്ലുന്ന പോലീസ് സമ്പരാക്കന്മാര് ഇപ്പോഴും നമ്മളെ ഈ സാക്ഷര സാംസ്കാരിക കേരളത്തിലുള്ളപ്പോ അതിലൊന്നും ഒരു പുതുമയില്ല. വേറെ ചില മാറാപ്പോളൊന്നും അയച്ചു കൊടേണ്ട. ഇവിടെ നമ്മളെ നാടും റോഡും ഒരേ മാതിരിയാ, എന്നും നന്നാക്കുന്നുണ്ട്. എന്നാലോ ഒരു കാലത്തും നന്നാവൂല. 30,000-ഓളം സ്വകാര്യ ബസ്സുകളാ ഈ നാട്ടിലെ റോഡും തോടും ഇല്ലാത്ത നിരത്തുമക്കൂടെ ഓടണത്. ആ വകയില് 3.25 കോടി ഉറുപ്പിക ഓരോ ദിവസവും സർക്കാരിന്റെ പെട്ടിയിലേക്ക് വീഴുന്നുണ്ട്. 2 ലക്ഷത്തോളം തൊഴിലാളികൾ ജീവിക്കേണ്ടെന്നാണ് പറച്ചില്. മുതലാളിമാരെന്ന പേരിൽ ഒരു 10,000-ഓളം ആളുകൾ വേറെ. ഒരു ബസ്സിൽ 5-8 പണിക്കാർ, ആഴ്ചയിൽ 3 ദിവസം കൂട്ടിക്കൊണ്ടിരിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വില, മെയിൻ്റെനൻസ്, ടാക്സ്, ഇൻഷുറൻസ്. അതിന്റെയും പുറമെ പോക്കറ്റ് അടിക്കുന്ന പോലീസുകാർ തുടങ്ങി കീശപ്പണ RT ഓഫീസിലെ തൂണ് പേര്. ഇന്ത്യക്ക് ഇടയിൽ കൂടെ ഉരുട്ടിക്കൊണ്ട് നടന്ന് വൈകുന്നേരം കൂട്ടിക്കയിച്ച് നോക്കുമ്പോ ഒരു സാധാരണ കൂലിപ്പണിക്കാരന് കിട്ടുന്ന നിത്യക്കൂലി പോലും കിട്ടുന്നില്ല വണ്ടിപ്പണിക്കാർക്ക്. ജനങ്ങൾക്ക് ബസ്സിലാണ് ജീവിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും വണ്ടിപ്പണിക്കാർ ഓലെ ശത്രുക്കളാ. വണ്ടിപ്പണിക്കാർ പ്രതിക്കൂട്ടില്ല. എന്താ അതിന്റെ കാരണം? മരണപ്പാച്ചിൽ തന്നെ. അതിന്റെ കാരണം എന്താ? 1/2 മിനിറ്റും 1 മിനിറ്റും 2 മിനിറ്റും ഇടവിട്ട് ഒരേ സ്റ്റാൻഡിൽ നിന്ന് ഒരേ വഴിക്ക് പോണ ബസ്സുകളെ എങ്ങനെ പായാണ്ടിരിക്കും? നേരത്തിനെത്തിയില്ലെങ്കിലും കലക്ഷൻ കുറഞ്ഞാലും നാളെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കിളിക്കും പണിയില്ല. പിന്നെ പായാണ്ടിരിക്കാൻ പറ്റുമോ? അത് മരണപ്പാച്ചിലല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലാ. ഇപ്പൊ മനുഷ്യന്മാർക്ക് കാട്ടിലിറങ്ങണേക്കാളും പേടിയാ റോട്ടുമേൽ ഇറങ്ങാൻ. ജീവൻ മണപ്പാന്നറിയില്ലേ? ബമ്പന്മാർക്ക് വാരിക്കോരിയാണ് പെർമിറ്റ് കൊടുക്കണത്. അത് ഓര് ചോദിക്കുന്ന ടൈമിന് ഓര് ചോദിക്കുന്ന റൂട്ട്. എന്നിട്ട് ആ ടൈമും തെറ്റിച്ച് കള്ള കലക്ഷൻ ഉണ്ടാക്കുന്ന റോഡ് കിങ്ങാരെ പോലുള്ളവരോട് നമ്മൾ മുണ്ടിപ്പോയാ നമ്മൾ ഗുണ്ടായിസക്കാരായി. അതെന്ത് ഏർപ്പാടാണ് ഇഷ്ടം? റോഡ് കിങ്ങിന്റെ ഓണർ ഈ ഇരിക്കുന്ന സാമൂഹ്യം നിങ്ങൾ തമ്മിലല്ലല്ലോ പ്രശ്നം ഉണ്ടായേ. അത്യാസന്ന നിലയിൽ രോഗിയുമായി പോകുന്ന ആംബുലൻസിന് നിങ്ങളുടെ ഡ്രൈവർ സൈഡ് കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചു. അതിൽ ക്ഷുഭിതരായ രോഗിയുടെ ബന്ധുക്കൾ പ്രതികരിച്ചപ്പോ നിങ്ങൾ ഗുണ്ടായിസം കാണിച്ചു. അതിൽ സാമൂഹ്യം പഴിച്ചു. ഗോപാലകൃഷ്ണൻ കണ്ണെടുത്താ ഗോപാലകൃഷ്ണന് മാത്രമേ ഇരുട്ടാവുള്ളൂ. ഈ പകല് രാത്രി ആവൂലോ ഗോപാലകൃഷ്ണ. മിസ്റ്റർ സക്കീർ ഹുസൈൻ,
റോഡിൽ സംഘർഷം നടക്കുന്നിടത്തുനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ SI സാജൻ ജോർജിനെ നിങ്ങൾ സ്റ്റേഷനിലിട്ട് തല്ലിയോ? പോലീസ് സ്റ്റേഷനിലിട്ട് സബ് ഇൻസ്പെക്ടറെ ഞാൻ തല്ലിയേ? എന്താ ഭ്രാന്തുണ്ടോ? അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ സാക്ഷികളാണല്ലോ. ഓ അത് അവിടെ വെച്ചേക്ക് ഒരാളെ കൈവെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് റോഡിങ് ബസിന്റെ മുതലാളി സാജൻ ജോർജിനെയാണ്, അല്ലാതെ SI സാജൻ ജോർജ് സാറിനെ അല്ല. എന്റെ പേരിലുള്ള റോഡ് കിങ് ട്രാൻസ്പോർട്ട് ഇയാൾ എന്നെ സാജൻ ജോർജിന് എഴുതി കൊടുത്തോ? എന്റെ ബസ്സുകൾ മറ്റാരുടെയെങ്കിലും വന്ന് ഇയാൾ വിളിച്ചു പോയാൽ ഞാൻ സമ്മതിച്ചു തരണോ? നിങ്ങൾ സമ്മതിച്ച് തരേണ്ടി വരും സാമൂല് മുതലാളി. ഈ മനുഷ്യനെ നമ്മുടെ നാട്ടിൽ കാണാൻ തുടങ്ങിയിട്ട് 1-2 കൊല്ലായിട്ടുള്ളൂ. അത് ഈ സബ് ഇൻസ്പെക്ടർ സാജൻ ജോർജ് വന്നതിന്റെ ശേഷം ഇടയ്ക്കയാളെ കാറിന്റെ ഡ്രൈവറായിട്ട്. ഞാനേ അങ്ങേരുടെ ഭാര്യയുടെ ബന്ധുവാ. ഞാൻ അങ്ങേരുടെ കാർ ഓടിച്ചെന്ന് വരും. അതിന് തനിക്കെന്ത് കോപ്പാ? റോഡിങ്ങിന്റെ മുതലാളി ഈ ചെങ്ങായി ആണോ അല്ലേ എന്നുള്ളത് ഇവിടെ വെച്ച് സാറന്മാർ ഉറപ്പുവരുത്തണം. എന്നാലേ ഈ യോഗം കൊണ്ടൊരു ഫലം ഉണ്ടാവും. പിന്നെ ഇയാൾ എന്തോന്ന് പുളുത്തോന്നായി പറയുന്നത്? രേഖയിൽ എന്റെ പേരുണ്ടോ? ഞാൻ തന്നെ അവകാശി. ഒരുത്തനും എന്നെ വളർത്തൂല. മൈൻഡ് യുവർ വേർഡ്സ്. പിന്നെ ഇവിടെ നിങ്ങൾ മറച്ചു വെക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ നാളെ നിങ്ങളോടൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ഒന്ന് ചുമ്മാ ഇരിക്കണം സാറേ. 4 തുക്ര വണ്ടിക്കോപ്പന്മാര് സമരമെന്ന ഒരു ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ചാൽ പേടിക്കേണ്ട കാര്യമൊന്നും ഒരു കളക്ടർക്കും RTOയ്ക്കും DYSPക്കും ഇല്ല. സമരം വേണമെന്ന് വെക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ എന്നാ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഉണ്ടാക്ക്. എന്നിട്ട് എന്നെ അറിയിക്ക്. എനിക്ക് വേറെ ജോലിയുണ്ട്. എന്തായാലും ഇന്ന ലോക്കപ്പിലിട്ട് തച്ചതിന്റെ പേരിൽ നാളൊരു സമരമില്ല. അക്കാര്യം ഞാൻ ഉറപ്പുവരാം. നാളെ ബസ് സമരം വേണോ വേണ്ടെന്നുള്ളത് ബന്ധപ്പെട്ടവർ തീരുമാനിച്ചു കഴിഞ്ഞ്. നാളെ ഈ ഭൂമിയിൽ വേണോ വേണ്ടെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം ഞാനാ. പറടാ, ആരടാ റോഡിങ്ങിന്റെ മുതലാളി? കൊള്ള നായി. ഉറക്കനെ പറടാ, ലോറി കേക്കട്ടെ. എന്റെ സർവ്വശത്രുക്കളുടെ മുന്നിൽ എല്ലാം വിളമ്പിട്ട് നാളില്ലാതെ നിൽക്കുന്നു കഴുത. ഇപ്പോഴത്തെ ദേഷ്യത്തിൽ അളിയൻ എന്നാ പറഞ്ഞാൽ ശരി. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവൻ ആളത്ര നിസാരക്കാരനല്ല. എന്നെ കൊന്നേനെ അവൻ. നീ എന്താടാ കോപ്പേ പറഞ്ഞത്? അവൻ എവിടുത്തെ ചുൽത്താനെന്ന് എണ്ണിക്കോ. 1 2 3 എണ്ണിക്കോ. അവനെ ഞാൻ പൂട്ടും, പൂട്ടിക്കെട്ടും. ഷാർണൂർ പട്ടാമ്പി പെരിന്തൽമണ്ണ വഴി ശിവരം. ഷാർണൂർ പൊലച്ചൊന്ന് കഴിച്ചില്ലേ? തൊള്ളോർന്ന് വിളിക്കടോ. ഷാർണൂർ പട്ടാമ്പി പെരിന്തൽമണ്ണ വഴി ശിവരം. ഷാർണൂർ പട്ടാമ്പി. അല്ല ടീച്ചർ എന്താ ബസ് സ്റ്റാൻഡിൽ? വഴിന്ന് കേറുമ്പോ ബസ്സിലെ തിക്കലും തിരക്കിലും ഒന്ന് അഭിനന്ദിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും ഒരു സമരം ഒഴിവാക്കിയല്ലോ, നന്നായി. നല്ലത് പറഞ്ഞാ താങ്ക്സ് എന്നൊക്കെ പറയുന്ന ഒരു നാട്ടുമര്യാദയുണ്ട്, പ്രത്യേകിച്ച് ഒരു ടീച്ചറോട്. നല്ല കാര്യങ്ങൾ കണ്ടാ തിരിച്ചറിയാനുള്ള മനസ്സ് വേണല്ലോ. ആദ്യം കണ്ടരേ തോന്നിയില്ല. താങ്ക്സ്. തിരുവാനൂർ, ഷൊർണൂർ, പട്ടാമ്പി, ശിവപുരം, ശിവപുരം, ശിവപുരം. ഞാൻ ഇന്നലെ കുട്ടികൾക്ക് കാട് വിറപ്പിച്ച ഒരു ഒറ്റയാന്റെ കഥ പറഞ്ഞു കൊടുത്തു. കുട്ടികൾ ആ ഒറ്റയാനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനെന്താ കൊണ്ട് കാട്ടിക്കൊടുക്ക്. ഓ, ഒറ്റയാനാണല്ലോ, അതിപ്പോ എങ്ങനെ കാട്ടാനാ? ശിവപുരം, ശിവപുരം, ശിവപുരം. അതിന് ദൂരെയൊന്നും പോണ്ടല്ലോ, ഈ ബസ്സിൽ തന്നെ കയറിയാ പോരെ. ഇന്നലെയാണെങ്കിൽ ചിഹ്നം വിളിയും കാടിളക്കുന്നതും ഭൂമി കുലുക്കുന്നതും ഒക്കെ കാണായിരുന്നു. ശരി, അപ്പൊ ഞമ്മക്കിട്ട തോട്ടിയാണല്ലേ? ഒരുപാട് ഇഷ്ടാണല്ലേ? ആരെ? സംഗീതം. പേരിട്ടിഷ്ടാ. ഒറ്റയ്ക്കിരുന്ന് കേൾക്കാനാ. ഇഷ്ടാവോന്ന് അറിഞ്ഞൂടാ. ഇഷ്ടായില്ലെങ്കിൽ തിരിച്ചു തന്നാ മതി. ഇഷ്ടാവണല്ലോ, ഇഷ്ടപ്പെട്ട് തരണല്ലേ. ഒരു ലേറ്റ് മാരേജ് ട്രൂപ്പിനെ കിട്ടി. ചെക്കനും പെണ്ണും കോട്ട ചുരുക്കി കാലം കൂടെ ഇതെന്താടോ മൊട്ടെ കല്യാണ മണ്ഡപോ? കുഞ്ഞാക്ക പ്രാണസഖി ഇട്ട് കൊടുക്കട്ടെ. ഫ്രഷ് ജോഡികളല്ലേ. ഹാപ്പി ബർത്ത്ഡേ ഇടട്ടെ? ഓ ആയിക്കോട്ടെ. അല്ലെങ്കിൽ വേണ്ട, പുതുതായിട്ട് ജീവിതത്തിലേക്ക് കടക്കണല്ലേ. നല്ല ഫ്രഷ് പ്രണയഗാനങ്ങൾ ആയിക്കോട്ടെ. നമ്മൾ ഏതാണ്ട് കൊടുത്തേ. ഊരിയെടുക്കാൻ നോക്കുക. അല്ല ടൈറ്റാക്ക. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണി മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്
അറിയിക്കേണ്ടതല്ല. എന്റെ യാത്ര ഇപ്പോ പ്രണയത്തിന്റെ ബസ്സിലാണ്. എത്രയോ യാത്രക്കാർ കയറിയിറങ്ങുന്ന ബസ്സിൽ ഒരു വെറും യാത്രക്കാരി അങ്ങനെയല്ല എന്നെ ഇപ്പോഴും കാണുന്നത്. പക്ഷെ ഞാൻ ആ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയ ഓരോ ടിക്കറ്റും പ്രണയത്തിന്റെ പൂക്കളായി എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കയ്യും തലയും പുറത്തിടരുതെന്ന് ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ബസ് കണ്ടക്ടറെ പ്രണയിക്കരുതെന്ന് ബസ്സിന്റെ നിയമത്തിൽ എവിടെയും പറയുന്നില്ലല്ലോ. ഇക്കാലം വരെ എല്ലാവരുടെയും കുഞ്ഞാക്ക, ഇനി മുതൽ എന്റെ മാത്രം കുഞ്ഞാക്ക. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചോട്ടെ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാക്കടുത്ത് എത്ര ഓടിയാലും തീരാത്ത റോഡിലൂടെ കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പേരിപ്പിക്കണോ മട്ടെ? ഓ, ഈ കുഞ്ഞാക്കനും കൂടി പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ട് ഈ ഉപ്പ് ഇത് എവിടെ പോയി കിടക്ക? നിങ്ങൾ ഇന്ന് വരൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഓൻ ഇന്ന് വണ്ടി പോവോ? ഇവിടെ കാത്തുകുത്തിരിക്കൂലേ? ആ എത്തിയില്ലോ. പെണ്ണ് കാണാനൊക്കെ വരുമ്പോ നേരത്തെ ഒന്ന് അറിയിക്കേണ്ട ചങ്ങായിമാരെ. നല്ല കൂട്ടരങ്ങള്. കുഞ്ഞാക്കാനും ഞെട്ടിക്കാൻ എളുപ്പമല്ലോ, അതുകൊണ്ടൊന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ ഇവരൊരു മുന്നറിയിപ്പില്ലാതെ വന്നത്. പെണ്ണ് കാണാൻ വരുമ്പോ വീട്ടില് പെണ്ണുണ്ടായി പോരെ. കണ്ടു, ഇവൻ ഇഷ്ടാകുകയും ചെയ്തു. ഇതെന്റെ ഫ്രണ്ട്സാ, പട്ടാമ്പി കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഇത് റൈസ്, ഇതാണ് ആള്. വീട് തലശ്ശേരിയിലാ. തലശ്ശേരിയിൽ എവിടെയാ? മാഹി, ന്യൂ മാഹി. മാഹിയിൽ സാധനങ്ങൾ വില കുറച്ച് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഭൂമിക്ക് എങ്ങനെയാ വില കുറവുണ്ടോ? എന്റെ ഉപ്പ് ഇങ്ങനെയാ, കുറഞ്ഞ വിലക്ക് എന്തെവിടെ കിട്ടുമോ അവിടെ ഉണ്ടാകും. അതേടാ, എന്റെ ഉമ്മാനെ അങ്ങനെ വില കുറച്ച് കെട്ടിയതാടാ ഞാൻ. ഈ ഉപ്പയും മോനും ഇങ്ങനെ കീരിയും പാമ്പും മാതിരിയാ. വലിയ സ്നേഹ. അല്ല മോനെ, ഡൽഹിയിൽ അവിടെ എന്താന്നാ പറഞ്ഞേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. വേണം വേണം, ഡൽഹിയിലൊക്കെ ആവുമ്പോ അത്രയെങ്കിലും വേണം. ഈ സെലീനാന്റെ കാര്യൊക്കെ ഓക്ക് ഹാർട്ടിനൊരു ചെറിയ കൊണക്കെടുണ്ടായിനി. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാക്കത് ആദ്യം എടുത്തുവിടുന്നു. അതൊക്കെ ഇവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഒക്കെ സുഖായി. നിങ്ങളുടെ തുറന്ന മനസ്സ് എനിക്ക് ഇഷ്ടമായി. സെലീന എവിടെ? പടച്ച റബ്ബ് നല്ലത് വരുത്തും. ഇപ്പൊ വന്നില്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടായോ? അമ്പടി, ഈ ആള് ജഗലാണല്ല. കുഞ്ഞാക്കോ 101 വട്ടം കബൂലായി. എന്റെ അഴകുള്ള സെലീന കൊത്ത അഴകുള്ള പുയ്യാപ്പള, സുന്ദരൻ. ഓ, അതിന് മാത്രമൊന്നുമില്ല. കുഞ്ഞാക്കന്റെ അത്ര സുന്ദരനൊന്നുമല്ല. അതൊക്കെ ഇപ്പൊ പറയും. നിക്കാഹ് കഴിഞ്ഞു പോയ ഓൻ തന്നല്ലേ മോളെ എന്റെ സൽമാൻ ഖാൻ. കാത്തിരിക്കണോർക്ക് കനകം കൊണ്ടുവന്നരും പടച്ചോൻ. ഈ വീട്ടില് ഒരു നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ, ഓൾഡേ. അതും ഞാൻ മനസ്സ് വെച്ചോണ്ട്. ഇനി നമ്മുടെ സക്കീറിന് ഒരു പെണ്ണ് കാണണം. രണ്ടും ഒരുമിച്ചായാലും കുഴപ്പമൊന്നുമില്ല. ആ, എല്ലാത്തിനും ഞാൻ തന്നെ മുൻകൈ എടുക്കണ്ടേ? ആ, അവരെത്തിയല്ലോ. ഇതാരപ്പത്? സക്കീർ ഹുസൈൻ. ആരാ? മനസ്സിലായില്ല. ശിവപുരം സ്കൂളിലെ ടീച്ചർമാരാ. വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറയാനാ. ആളെന്തേ? വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറയാ. ആയിക്കോട്ടെ. ചെന്ന് കുഞ്ഞാക്കനോട് വിളിച്ചില്ലെങ്കിലും വന്നു എന്നൊന്ന് പറ. ചെല്ല്. ആ, കയറിയിരിക്ക. വിളിക്കാതെ വന്നവര് പറയാതെ ഇരിക്കണം. വാ. കുഞ്ഞാക്ക, വിളിച്ചില്ലെങ്കിലും വന്നു എന്ന് പറയാൻ പറഞ്ഞു. ആര്? ഏതോ പെണ്ണുങ്ങളാ. പെണ്ണുങ്ങൾ? സക്കീറെ അന്നെ കാണാനാ. അതെയോ? അതെ, ഇത് നമ്മളെ ബസ്സിലെ ടീച്ചർമാരാ. ബസ്സിലെ ടീച്ചർമാർ? ടീച്ചർമാര് സ്കൂളിലല്ലേ? ബസ്സിലെ ടീച്ചർമാർ തന്നെയാണ് സ്കൂളിലെ ടീച്ചർമാര്. അതെങ്ങനെയാടോ? ബസ്സിലെ ടീച്ചർമാരല്ല, യാത്രക്കാര്. അതന്നെ അതന്നെ. നിശ്ചയക്കാരി എവിടെ? ഒന്നാവത്തെ കൂട്ടിക്കോളി, ഞാൻ തപ്പത്തി. ഇവൻ എന്താ ഈ പുളിറുമ്പ് കടിച്ച പോലെ?
വാസുട്ടേ എന്തോ അല്ലടോ, ആ ടീച്ചർമാർ വന്നിട്ടൊരു 4-4 മോലെ എങ്ങനെ എത്തി? കാറിനായിരിക്കും വന്നത്. ആരാ വിളിച്ചത്? കാർ അവരെന്നെ വിളിച്ചായിരിക്കും. ആരല്ലടോ, ഓല ആരാ വിളിച്ചെന്നാ ചോദിച്ചത്? ഞാൻ സ്ഥിരം കസ്റ്റമറുകളല്ലേ, 4 ഫുൾ ടിക്കറ്റ് കളയണ്ടാന്ന് കരുതി. ഫുൾ ടിക്കറ്റ്. ആ 4 ഫുൾ ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ഏതാണെന്നറിയോ? കുഞ്ഞാക്കൊക്കെ വീണ ടിക്കറ്റാ. ആണോ? ഹലോ, മുണ്ടാപ്പൂച്ച കാത്തിരുന്ന് നല്ല കലം തന്നെ നോക്കി ഉടച്ചല്ലേ എത്തിലോ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. വൈകിപ്പോ ഞാനൊന്ന് പേടിച്ചു. അവളുടെ കല്യാണങ്ങൾ നിരവധി അങ്ങനെ മുടങ്ങിയിട്ടുണ്ട്. എന്റെ ഉപ്പ ഇതുകൊണ്ട് പൊക്കി പറയല്ല, എന്തെവിടെ എപ്പ പറയണമെന്ന് ഉപ്പക്കറിയില്ല. ആളൊരു നിഷ്കളങ്കനാണേ. ആകെ ഒരൊറ്റ കണ്ടീഷനേ ഞങ്ങൾക്കുള്ളു. ഇന്റെ മോള്, ഇവന്റെ മൂത്താള് ഭർത്താവും മക്കളുമായിട്ട് സ്റ്റേറ്റ്സിലാ. ചാടിപ്പിടിച്ചെത്താനാവൂല അവർക്ക്. അപ്പോ അവർക്ക് വേണ്ടി ഈ കല്യാണം നീട്ടി നിശ്ചയിക്കണമെന്നല്ലേ? വളയിട്ടുറപ്പിച്ചു കഴിഞ്ഞാ കല്യാണം കുറച്ചങ്ങോട്ട് തള്ളിയാവുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലല്ലോ. ഏയ്, എല്ലാവരുടെയും സൗകര്യമല്ലേ നോക്കണ്ടേ? അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തേ സെലീനാനെ ഇങ്ങോട്ട് കൊണ്ടാ. ഒരു കാര്യം കൂടി ഉറപ്പുവരുത്തിയിട്ട് മതി വളയിടല്. ഇനിയിപ്പ എന്താ? ഒക്കെ പറഞ്ഞു ഉറപ്പിച്ചില്ലേ നമ്മള്? ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അക്കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. എന്താ അത്? എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? സെലീനാക്ക് ഇപ്പൊ വയ്യായ്മ ഒന്നും ഇല്ലാന്ന് നമ്മളമ്മ പറഞ്ഞല്ലേ, നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. പിന്നെപ്പോ സെലീനാന്റെ അസുഖല്ലേ മാറിയിട്ടുള്ളൂ. ഇവിടെ വേറൊരാൾക്കൊരു അസുഖം ഉണ്ടല്ലോ. വേറെ ആൾക്ക് അസുഖം? ആ, പാട്ടിന്റെ അസുഖം. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പേ കുഞ്ഞാക്കൊരു പാട്ട് പാടണം. എന്റെ സെലീനാന്റെ കല്യാണം ഉറപ്പിക്കാൻ ഒന്നല്ല 1000 പാട്ട് ഞാൻ പാടും. ഈ പെട്ടിന്ന് വല്ലതും എടുത്ത ഓക്കേ. എവിടെയാടോ? എന്റെ ഇക്ക അങ്ങളൊന്ന് കിട്ടാച്ച ചില്ലറ അധ്വാനൊന്നുമല്ല. ലാൻഡ് ഫോൺ എപ്പോ നോക്കിയാലും ട്രബിള്, മൊബൈൽ ആണെങ്കിൽ എപ്പോഴും ഓഫും. എന്തായിരുന്നു നമുക്ക് ഇത്ര അത്യാവശ്യമായിട്ട്? പുതിയ കസ്റ്റംസ് ഓഫീസറില്ലേ, എന്ത് ചെയ്തിട്ട് നമ്മളെ വഴിക്ക് വരുന്നില്ല. നമ്മുടെ കുറച്ച് സാധനങ്ങൾ അയാൾ പിടിച്ചു വെച്ചിരിക്കാ. അനക്കില്ലാത്ത ബന്ധം എനിക്കുണ്ട് ഫസിലെ, കസ്റ്റംസിലും പോലീസിലും ഒക്കെ. ആ ജാഫറെ, എറണാകുളത്തൊന്ന് പോവാ. കാശ് കുറെ പണ്ടാറടക്കിയാലും കുഴപ്പമില്ല, സാധനങ്ങൾ ഇറക്കി കൊണ്ടുവരണം. പിന്നെ എത്ര വളച്ചിട്ടും വളയില്ലെങ്കിൽ അങ്ങോട്ട് ഓടിച്ചേക്ക്. മട്ടാഞ്ചേരിയിൽ നമ്മുടെ കുട്ടികളില്ലേ, മേല് വേനയാകുമ്പോ ഏത് ഓഫീസർ നമ്മളെ വഴിക്ക് വരും. 1ഉം 2ഉം പറയുമ്പോഴത്തേനും വെട്ടിനും കുത്തിനും. ഫസലേക്ക് ഒന്ന് അടങ്ങ്. ഞാൻ ആരെ കൊണ്ടെങ്കിലും ഒന്ന് വിളിപ്പിച്ചു നോക്കട്ടെ. വെട്ടൊന്ന് തുണ്ടൻ 2. ഞാൻ അതാ പഠിച്ചിരിക്കണ്. കക കയറിയാലോ? ആ, ഈ ഇവിടെ ഉണ്ടല്ലേ? അല്ല, ഇത് എങ്ങട്ടാ പൊടുത്തൊരുങ്ങിയൊരു ഇറക്കം? ഓള് സ്കൂളിലേക്കല്ലേ? ഓ, പഠിച്ചു തീർന്നില്ലേ എപ്പോഴും? പഠിക്കാനല്ല, പഠിപ്പിക്കാനാ. ആ, അതന്നെ ഉദ്ദേശിച്ച്. ഒക്കെ കാക്കാന്റെ കുഴപ്പാ, ലാളിച്ച് നാശാക്കി. അതിന് ഉമ്മല്ലാത്ത കുട്ടിന്നൊരു ഹേതു. ഞാൻ കുറെ കാലം തലമുണ്ടാക്കിയിരുന്ന് പഠിച്ച കാര്യങ്ങള് 10 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് എന്താ ഇത്ര വലിയ തെറ്റളേപ്പാ? ഓ, അതുകൊണ്ട് വേണ്ട ഇവിടെ കുടുംബം കഴിയാൻ. അതെ, ദുബായിൽ ഒരു 1-ാം കട ബിസിനസ് ഗ്രൂപ്പിലെ ചെക്കനുമായി എന്റെ കല്യാണക്കാരൻ ഞങ്ങൾ പറഞ്ഞു ഉറപ്പിക്കാൻ പോവാ. എന്തേ? കല്യാണത്തിന് നേരാവുമ്പോ ഉപ്പാനോട് ഇളയപ്പാനോടൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇക്കാക്ക് സൂക്ഷിച്ചോ, നൂലോണ്ട് കെട്ടേണ്ടത് ഒടുവിൽ ചങ്ങലോണ്ടാവണ്ട നോക്കിയാ നല്ലത്.